എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട SCERT ഫാക്ട്സും റിവിഷനുമാണ്. ക്ലാസ് ആദ്യ അവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി ഒരു ന്യൂജൻ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒരു പ്രസ്താവന ചോദ്യം. അപ്പൊ പ്രസ്താവന ചോദ്യം തരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ശരിയായ പ്രസ്താവനയാണോ അതോ തെറ്റായ പ്രസ്താവനയാണോ നമുക്ക് തന്നിട്ടുള്ളതെന്നാണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന കണ്ടെത്തേണ്ടത്. ഞാൻ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രീൻ. റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായി സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ കണ്ടെത്തിയത് തോമസ് ഹാൻകോക്ക് ആണ്. റബ്ബർ ലയിക്കുന്ന ലായനി ബെൻസീൻ ആണ്. ഉത്തരം ഓൾറെഡി തന്നിട്ടുണ്ട്. വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡിയർ ആണ്. അപ്പൊ നോക്കി, ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തണമെങ്കിൽ റബ്ബറുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് അറിയണം, അല്ലെങ്കിൽ അതിന്റെ കോണ്ടന്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരം ബബിൾ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് റബ്ബറിനെ പറ്റി ആദ്യം നോക്കാം. എന്താ റബ്ബർ? റബ്ബർ എന്ന് പറയുന്ന ഒരു പോളിമർ ആണ്. അപ്പൊ പോളിമർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മോണോമർ എന്താണെന്ന് അറിയണം, പോളിമറൈസേഷൻ എന്താണെന്ന് അറിയണം, അല്ലേ? അപ്പൊ നോക്കി, ഒരു ഉദാഹരണം പറയാം. അമിനോ ആസിഡ് നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ട്. അമിനോ ആസിഡ് അല്ലേ? ഒരു അമിനോ ആസിഡ്. വീണ്ടും നമുക്ക് വേറൊരു അമിനോ ആസിഡ് എടുക്കാം. അങ്ങനെ 2-3 അമിനോ ആസിഡ് എടുത്തേ. ഒരു അമിനോ ആസിഡ് 2, അടുത്ത് നമ്മൾ വേറൊരു അമിനോ ആസിഡ് എടുത്തു. അങ്ങനെ 3 അമിനോ ആസിഡ് നമ്മൾ എടുത്തല്ലോ. ഈ 3 അമിനോ ആസിഡ് കൂടെ ചേർന്ന് നമുക്കറിയാം എന്തുണ്ടാകുന്നു? പ്രോട്ടീൻ ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ? മാംസ്യം, പ്രോട്ടീൻ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടായ പ്രോട്ടീൻ ഉണ്ടല്ലോ, ഈ പ്രോട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിമർ. ഇങ്ങനെ അമിനോ ആസിഡുകൾ ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ പ്രോട്ടീനെ നമ്മൾ എന്ത് പറയുന്നു? പോളിമർ. അങ്ങനെയാണെങ്കിൽ ഓരോ അമിനോ ആസിഡിനെ നമ്മൾ എന്ത് പറയും? മോണോമർ. അപ്പൊ മോണോമർ എന്താണ്, പോളിമർ എന്താണെന്ന് പറഞ്ഞല്ലോ. ഇനി നോക്കി, ഈ മോണോമർ പോളിമർ ആകുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഒരു പ്രോസസ് ഉണ്ടല്ലോ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷൻ. ഓക്കെ ആണല്ലോ. അപ്പം മോണോമർ എന്താണെന്ന് പറഞ്ഞു, പോളിമർ എന്താണെന്ന് പറഞ്ഞു, പോളിമറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ലഘുവായ അനേകം തന്മാത്രകൾ ഏതാ? ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒത്തുചേർന്ന് സങ്കീർണമായ ഒരു തന്മാത്ര ഉണ്ടാകുന്നു. ഈ പ്രക്രിയ പറയുന്ന പേരാണ്, ഇങ്ങനെ സങ്കീർണമായ തന്മാത്ര ഉണ്ടാകുന്ന പ്രക്രിയ പറയുന്ന പേരാണ് എന്ത്? പോളിമറൈസേഷൻ. അങ്ങനെയാണെങ്കിൽ ലഘുവായ തന്മാത്ര ഏതാ? ഈ ഓരോ അമിനോ ആസിഡും അല്ലെ? ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് എന്തുണ്ടാകുന്നു? സങ്കീർണമായ തന്മാത്ര ഇവിടെ ഏതാ? പ്രോട്ടീൻ അല്ലെ? സങ്കീർണമായ തന്മാത്ര ഉണ്ടാകുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് എന്ത്? പോളിമറൈസേഷൻ. അപ്പൊ നമ്മൾ പോളിമർ എന്താണെന്ന് പഠിച്ചു, മോണോമർ എന്താണെന്ന് പഠിച്ചു, പോളിമറൈസേഷൻ എന്താണെന്ന് പഠിച്ചു, അല്ലെ? ലഘുവായ തന്മാത്രയാണ് മോണോമർ. ഈ മോണോമർ ഒന്നിച്ചു ചേർന്നാണ് എന്തുണ്ടാവുന്നത്? പോളിമർ ഉണ്ടാവുന്നത്. ഈ ഒരു പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അപ്പൊ ഒന്നുകൂടെ ഡെഫിനിഷൻ പറയാം. ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ ഒരു തന്മാത്ര ഉണ്ടാകുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ റബ്ബർ എന്താണ്? റബ്ബർ 2 തരത്തിലുണ്ട്. പ്രകൃതിദത്തമായ റബ്ബറും ഉണ്ട്, സിന്തറ്റിക് റബ്ബറും ഉണ്ട്. അപ്പം ഈ പ്രകൃതിദത്തമായ റബ്ബർ, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ റബ്ബറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഐസോപ്രീൻ. പ്രകൃതിദത്തമായ റബ്ബറിനെ പറയുന്ന പേരെന്താണ്? ഐസോപ്രീൻ. ഈ ഐസോപ്രീൻ ആണ് എന്ത്? റബ്ബറിന്റെ മോണോമർ എന്ന് പറയുന്നത്. അപ്പൊ റബ്ബറിന്റെ മോണോമർ എന്താണ്? ഐസോപ്രീൻ. പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബർ എന്താണ്? ഐസോപ്രീൻ. അങ്ങനെയാണെങ്കിൽ കൃത്രിമ റബ്ബർ അല്ലെങ്കിൽ സിന്തറ്റിക് റബ്ബർ എന്താണ്? നിയോപ്രീൻ. സിന്തറ്റിക് റബ്ബർ എന്താണ്? നിയോപ്രീൻ. നിങ്ങൾ നോക്കി, കൃത്രിമ റബ്ബർ നിയോപ്രീൻ മാത്രമേ ഉള്ളൂ? അല്ല. ആദ്യമായി കണ്ടെത്തിയ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ. നിയോ അങ്ങനെ ഓർത്താൽ മതി. നിയോപ്രീൻ. അങ്ങനെയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ? അല്ല. വേറെന്താ? തയോക്കോൾ ഉണ്ട്. പിന്നെന്താ? SBR,
സ്റ്റെറ ബ്യൂട്ടോഡൈൻ റബ്ബർ SBR, നിയോപ്രിൻ തയോക്കോൾ SBR. ഇത് മൂന്നുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ നോക്കി, നിയോപ്രിൻ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആദ്യമായി കണ്ടെത്തിയ കൃത്രിമ റബ്ബറാണ് നിയോപ്രിൻ. അപ്പൊ നിയോപ്രിന്റെ ഉപയോഗം എന്തായിരിക്കും? നിയോപ്രിൻ നമ്മൾ എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് വയേഴ്സിന്റെ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ നിയോപ്രിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തയോക്കോളോ? ഈ ടാങ്ക്, ഹോസ് അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? തയോക്കോൾ. അങ്ങനെയാണെങ്കിൽ SBR ചെരുപ്പ്, അതേപോലെ ചെരുപ്പും ടയറും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? SBR. അപ്പൊ നമ്മൾ 3 എണ്ണം പറഞ്ഞു കൃത്രിമ റബ്ബർ. 1 നിയോപ്രിൻ, 2 തയോക്കോൾ, 3 SBR. നിയോപ്രിൻ എന്തിനാ? ഇലക്ട്രിക് വയേഴ്സിലെ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. തയോക്കോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ടാങ്ക്, ഹോസ് അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി. SBR എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ചെരുപ്പ്, ടയർ എന്നിവ നിർമ്മിക്കാൻ വേണ്ടി. അപ്പൊ ആദ്യത്തെ പ്രകൃതിദത്തമായ റബ്ബർ ഏതാണ്? പ്രകൃതിദത്തമായ റബ്ബർ ഐസോപ്രീൻ. മറക്കരുത്, മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പ്രകൃതിദത്തമായ റബ്ബർ ഐസോപ്രീൻ. കൃത്രിമ റബ്ബർ ആദ്യമായി കണ്ടെത്തിയ കൃത്രിമ റബ്ബർ ഏതാ? നിയോപ്രിൻ. നിയോ അങ്ങനെ ഓർത്താൽ മതി. നിയോപ്രിൻ, പിന്നെ ഏതാ? തയോക്കോൾ, SBR. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മൾ 2 എണ്ണം പറഞ്ഞല്ലേ. ഇനി വൾക്കനൈസേഷൻ എന്താണ്? വൾക്കനൈസേഷൻ റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായി റബ്ബറിൽ സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായി റബ്ബറിൽ സൾഫർ ചേർക്കുന്ന പ്രക്രിയ അല്ലേ? നോക്കിയേ, നമ്മൾ റബ്ബർ എടുത്തു. ഈ റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായി അല്ലെങ്കിൽ കാഠിന്യം കൂട്ടുന്നതിനായി നമ്മൾ അതിനകത്തോട്ട് എന്ത് ചേർക്കും? സൾഫർ ചേർക്കും. ഇതിനകത്തോട്ട് നമ്മൾ സൾഫർ ചേർക്കും. ഈ സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വൾക്കനൈസേഷൻ എന്താണ്? റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായി റബ്ബറിൽ സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? വൾക്കനൈസേഷൻ. അങ്ങനാണെങ്കിൽ വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ആര്? നമ്മുടെ പ്രസ്താവന ചോദ്യത്തിനകത്ത് തെറ്റായിട്ട് തന്നിട്ടുള്ളതായിരുന്നു. നമ്മൾ അതിന്റെ ശരി ഉത്തരം പറഞ്ഞു. ഏതായിരുന്നു? വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡിയർ ആണ്. അങ്ങനാണെങ്കിൽ തോമസ് ഹാൻകോക്കിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ തോമസ് ഹാൻകോക്കിന്റെ പ്രത്യേകത? വൾക്കനൈസേഷൻ കണ്ടെത്തിയതിനുള്ള പേറ്റൻസ് ലഭിച്ചത് തോമസ് ഹാൻകോക്കിനാണ്. അപ്പൊ മനസ്സിലായോ? വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡിയറും വൾക്കനൈസേഷൻ കണ്ടെത്തിയതിനുള്ള പേറ്റൻസ് ലഭിച്ചത് തോമസ് ഹാൻകോക്കിനുമാണ്. അപ്പം ഇത്രയും ഫാക്ട്സ് മനസ്സിലായോ? ഒന്ന് നമ്മൾ പറഞ്ഞു പോളിമർ, മോണോമർ, പോളിമറൈസേഷൻ. രണ്ടാമത് നമ്മൾ പറഞ്ഞ പ്രകൃതിദത്തമായ റബ്ബറും സിന്തറ്റിക് റബ്ബറും. പ്രകൃതിദത്തമായ റബ്ബർ ഏതാ? ഐസോപ്രീൻ. സിന്തറ്റിക് റബ്ബർ ഏതാ? നമ്മൾ 3 എണ്ണം പറഞ്ഞു. നിയോപ്രിൻ, തയോക്കോൾ, SBR. പിന്നെ നമ്മൾ വൾക്കനൈസേഷൻ എന്താണ്? റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായി. എല്ലാ റബ്ബറും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം റബ്ബറിന്റെ കട്ടി കൂട്ടണം. റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായി സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡിയർ ആണ്. എന്നാൽ വൾക്കനൈസേഷൻ കണ്ടെത്തിയതിനുള്ള പേറ്റൻസ് ലഭിച്ചത് തോമസ് ഹാൻകോക്കിനാണ്. അപ്പം ഇത്രയും കണ്ടന്റ് നമ്മൾ പറഞ്ഞു. അടുത്തൊരു കണ്ടന്റ് പറയാം. റബ്ബർ ലയിക്കുന്ന ലായനി. എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. റബ്ബർ ലയിക്കുന്ന ലായനി ഏതാ? ബെൻസീൻ. ബെൻസീൻ മാത്രമേ ഉള്ളൂ? അല്ല, ടർപ്പന്റെയിൻ. എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അഡീഷണൽ നോട്ടാണ്, നിങ്ങൾ എഴുതി വെച്ചോണം. ടർപ്പന്റെയിൻ. വേറെന്താണ്? ടർപ്പന്റെയിൻ. അപ്പം ഒന്നെങ്കിൽ ഓപ്ഷൻ അത് ടർപ്പന്റെയിൻ വരാം, അല്ലെങ്കിൽ ബെൻസീൻ വരാം. ബെൻസീനും ടർപ്പന്റെയിനും മാത്രമല്ല, അനേകം ലായനികളുണ്ട്. നമ്മൾ ഈ 2 എണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കാം. റബ്ബർ ലയിക്കുന്ന ലായനി ഏതൊക്കെയാണ്? ബെൻസീനും ടർപ്പന്റെയിനും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നിയോപ്രിൻ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ഓർത്ത് നോക്കി. ഇലക്ട്രിക് കേബിളിന്റെ ഇൻസുലേറ്റേഴ്സ് ആയി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിയോപ്രിൻ. ടയർ, ചെരുപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ നമ്മൾ എന്താ? SBR, സ്റ്റെറൈൻ ബ്യൂട്ടോഡൈൻ റബ്ബറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് തയോക്കോൾ പറഞ്ഞു. തയോക്കോൾ എന്തിനായിരുന്നു? ഹോസ്, ടാങ്ക് എന്നിവ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ തയോക്കോൾ ഉപയോഗിക്കുന്നു. അടുത്ത നോക്കി. അപ്പൊ ഇത്രയാണ് റബ്ബറിനെ പറ്റിയുള്ള കണ്ടന്റ്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് അഡീഷണൽ പറയാം. റബ്ബറിന്റെ പാലിന് നമ്മൾ പറയുന്ന പേരെന്താ? ലാക്ടസ്. റബ്ബർ പാലിന് പറയുന്ന പേരാണ് ലാക്ടസ്. നിങ്ങൾ ഓർത്ത് നോക്കി, ഈ റബ്ബർ നമുക്ക് ലഭിക്കുന്നത് ദ്രാവകാവസ്ഥയിലാണ് അല്ലെ? റബ്ബർ നമുക്ക് ലഭിക്കുന്നത് ദ്രാവകാവസ്ഥയിലാണല്ലോ.
അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഈ ലിക്വിഡ് സ്റ്റേറ്റിനെ നമുക്ക് എന്താക്കണം? സോളിഡ് സ്റ്റേറ്റിലാക്കി മാറ്റണം, അല്ലെങ്കിൽ ഖരാവസ്ഥയിലാക്കി മാറ്റണം. ഈ ദ്രാവകാവസ്ഥയിൽ കിട്ടുന്ന പാലിനെ നമുക്ക് ഖരാവസ്ഥയിലാക്കി മാറ്റണം. ഇതിനു വേണ്ടി ഇങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ആസിഡ് ഉപയോഗിക്കും. ആ ആസിഡിനെ പറയുന്ന പേരാണ് എന്ത്? ഫോമിക് ആസിഡ്. കുഞ്ഞുങ്ങളെ, ഈ ഫോമിക് ആസിഡിന് വേറൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ വേറൊരു പേരാണ് എന്ത്? മെഥനോയിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാം. ഫോമിക് ആസിഡിന്റെ IUPAC നെയിം ആണ് എന്ത്? മെഥനോയിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ IUPAC നെയിം ആണ് എന്തെന്ന് പറയുന്നത്? മെഥനോയിക് ആസിഡ്. അപ്പൊ ദ്രാവകാവസ്ഥയിലുള്ള റബ്ബർ പാലിനെ ഖരാവസ്ഥയിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. അല്ലെങ്കിൽ ഏതാണ്? ഫോമിക് ആസിഡ് ആണ് സെയിം സാധനമാണ് എന്തെന്ന് പറയുന്നത്? മെഥനോയിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. റബ്ബറിന്റെ ജന്മദേശം. റബ്ബറിന്റെ ജന്മദേശം ഏതാ? ബ്രസീൽ. അപ്പൊ റബ്ബറിന്റെ ശാസ്ത്രീയ നാമം എന്താ? ഹെവിയ ബ്രസീലിയ. ഹെവിയ ബ്രസീലിയ. അപ്പൊ മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റബ്ബറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മള് പ്രകൃതിദത്തമായ റബ്ബർ പറഞ്ഞു, പിന്നെന്താ സിന്തറ്റിക് റബ്ബർ അല്ലെങ്കിൽ കൃത്രിമ റബ്ബർ എന്ന് പറഞ്ഞു, വൾക്കനൈസേഷൻ കണ്ടെത്തിയത്, പേറ്റൻസ് ലഭിച്ചത്, റബ്ബർ ലയിക്കുന്ന ലായനി പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഈ ഓരോ സിന്തറ്റിക് റബ്ബേഴ്സിന്റെ ഉപയോഗം പറഞ്ഞു, പിന്നീട് റബ്ബറിന്റെ ജന്മദേശം, റബ്ബറിന്റെ ശാസ്ത്രീയ നാമം, ദ്രാവകാവസ്ഥയിലുള്ള റബ്ബർ പാൽ ഖരാവസ്ഥയിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റബ്ബറിന്റെ കോണ്ടന്റിൽ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് NCERT റിലേറ്റഡ് ചോദ്യങ്ങൾ നോക്കാം. മിക്കവാറും എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാ? പരുത്തി അല്ലെങ്കിൽ കോട്ടൺ. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയപ്പെടുന്നത് പരുത്തി. അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാ? ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാ? ചണം. കേരളത്തിന്റെ സുവർണ്ണ നൂൽ, നിങ്ങൾക്ക് തിരിഞ്ഞു പോകുന്നതാണ്. കേരളത്തിന്റെ സുവർണ്ണ നൂൽ എന്നറിയപ്പെടുന്ന ഏതാ? കയർ. ഗോൾഡൻ ഫൈബറും കേരളത്തിന്റെ സുവർണ്ണ നൂലൂടെ തിരിഞ്ഞു പോകുന്ന ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ചണവും കേരളത്തിന്റെ സുവർണ്ണ നൂൽ എന്നറിയപ്പെടുന്ന ഏതാണ്? കയർ. അപ്പം ഒന്നുകൂടെ പറയാം. എന്താ? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം, കേരളത്തിന്റെ സുവർണ്ണ നൂൽ എന്നറിയപ്പെടുന്നത് കയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കി. താഴെ പറയുന്നവയിൽ ഒന്നാം തരം സോപ്പിന്റെ TFM വരാൻ സാധ്യതയുള്ള ശതമാനം എത്ര? താഴെ പറയുന്നവയിൽ ഒന്നാം തരം സോപ്പിന്റെ TFM വരാൻ സാധ്യതയുള്ള ശതമാനം എത്ര? ഓപ്ഷൻസ് ഒന്ന് വായിക്കാമേ. 60 മുതൽ 69%, 70 മുതൽ 75%, 76% അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ഇതൊന്നുമല്ല. ഉത്തരം ഓൾറെഡി തന്നിട്ടുണ്ട്. 76% അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഇതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് TFM എന്താണെന്ന് അറിയണം, സോപ്പിനെ പറ്റിയുള്ള കണ്ടന്റ് അറിയണം. അപ്പൊ നോക്കി, സോപ്പ് എങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? എങ്ങനെ? ഒരു ആൽക്കലി, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ആൽക്കലി, അതിൻ്റെ കൂടെ ഒരു ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ്, ആൽക്കലി അതിൻ്റെ കൂടെ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ചേർത്ത് സോപ്പും കൂടെ തന്നെ നമുക്ക് ഗ്ലിസറോളും കിട്ടും. അപ്പം ആൽക്കലി അല്ലെങ്കിൽ ഓയിൽ, ആൽക്കലിയുടെ കൂടെ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ചേർത്ത് നമുക്ക് സോപ്പും ഗ്ലിസറോളും കിട്ടും. എന്നാൽ ഇതിന്റെ പ്രോസസ്സിന് പറയുന്ന പേരൂടെ അങ്ങ് പറയാം. എന്താ? സാപ്പോണിഫിക്കേഷൻ. ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? എന്താ? സാപ്പോണിഫിക്കേഷൻ. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ. അപ്പൊ മനസ്സിലായോ? സാപ്പോണിഫിക്കേഷൻ. അപ്പൊ ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? സാപ്പോണിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ. ആൽക്കലി അതിന്റെ കൂടെ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ചേർത്ത് സോപ്പ് ഉണ്ടാകുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? സാപ്പോണിഫിക്കേഷൻ. അപ്പൊ സോപ്പ് ഉണ്ടാവുന്ന പ്രക്രിയ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുമല്ലോ, അതിനെ പറയുന്ന പേരാണ് എന്ത്? ഹോട്ട് പ്രോസസ്. അതിനെ പറയുന്ന പേരാണ് ഹോട്ട് പ്രോസസ്. അപ്പം നമ്മൾ സാധാരണ ആൽക്കലിയും ഓയിലും ഫാറ്റൂടെ ചേർത്ത് സോപ്പ് ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേര്
പ്രക്രിയ പറയുന്ന പേര് സാപ്പോണിഫിക്കേഷൻ. വ്യാവസായികമായി നമ്മൾ സോപ്പ് നിർമ്മാണ പ്രവർത്തനത്തെ പറയുന്ന പേരാണെന്ത്? ഹോട്ട് പ്രോസസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എസ്റ്ററിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എസ്റ്ററിഫിക്കേഷൻ എന്താ? എസ്റ്ററിഫിക്കേഷൻ എസ്റ്റേഴ്സ് എന്താണെന്ന് അറിയാമോ? എസ്റ്റേഴ്സ് പഴങ്ങളുടെയോ പൂക്കളുടെയോ മണമുള്ള പദാർത്ഥത്തെയാണ് നമ്മൾ എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പഴങ്ങളുടെയോ പൂക്കളുടെയോ മണമുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എസ്റ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? എസ്റ്റേഴ്സ് അല്ലേ? ഈ എസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ഒരു ആൽക്കഹോളും അതിന്റെ കൂടെ കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ആസിഡ്, ആൽക്കഹോളും അതിന്റെ കൂടെ ഒരു ഓർഗാനിക് ആസിഡൂടെ ചേർന്നാണ് എസ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ? എസ്റ്ററിഫിക്കേഷൻ. അപ്പൊ എസ്റ്ററിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായോ? ആൽക്കഹോളിന്റെ കൂടെ ഒരു ഓർഗാനിക് ആസിഡൂടെ ചേർന്ന് എസ്റ്റേഴ്സ് ഉണ്ടാവുന്ന പ്രവർത്തനത്തെയാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാപ്പോണിഫിക്കേഷൻ എന്തായിരുന്നു മക്കളെ? സാപ്പോണിഫിക്കേഷൻ ആൽക്കലിയുടെ കൂടെ ഒരു ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? എസ്റ്റേഴ്സ് എന്താണ്, എസ്റ്ററിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സാപ്പോണിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോക്കി, സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം എന്തെന്നറിയപ്പെടുന്നു? സാപ്പോണിഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നു. എണ്ണകളുടെയോ കൊഴുപ്പുകളോ അല്ലെങ്കിൽ എണ്ണകളോ കൊഴുപ്പുകളോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത്? സോപ്പ്. എണ്ണകളോ കൊഴുപ്പുകളോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നം എന്താണ്? നമുക്ക് എന്താ കിട്ടുന്നത്? സോപ്പ്. നമ്മൾ പറഞ്ഞു ആൽക്കലിയുടെ കൂടെ എന്ത്? ഒരു ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ചേർന്ന് സോപ്പും പിന്നെന്താ ഗ്ലിസറോളും കിട്ടുന്നു. പറഞ്ഞായിരുന്നല്ലോ. ഈ ആൽക്കലിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? NaOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ KOH. നമ്മൾ പ്രധാനമായും യൂസ് ചെയ്യുന്ന രണ്ട് ആൽക്കലിയാണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഈ രണ്ട് ആൽക്കലിയുടെ കൂടെ ഓയിലും ഫാറ്റും ചേർന്നാണ് നമുക്ക് സോപ്പും ഗ്ലിസറോളും കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നോക്കി, NaOH നമ്മൾക്കറിയാം. വാഷിംഗ് സോപ്പിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കഴുകുന്നതൊക്കെ സോപ്പിനകത്ത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കലി എന്ന് പറയുന്നത് NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോയ്ലറ്റ് സോപ്പിനകത്ത് KOH. മറക്കരുത്, വാഷിംഗ് സോപ്പിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് NaOH, ടോയ്ലറ്റ് സോപ്പിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ KOH. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, മൃദു സോപ്പുകളുടെ നിർമ്മാണത്തിന് എന്താ ഉപയോഗിക്കുന്നത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. മൃദു സോപ്പുകളുടെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? KOH അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പെരന്റ് സോപ്പ്, നമ്മൾ ട്രാൻസ്പെരന്റ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ഉപയോഗിക്കുന്നത് ഗ്ലിസറോൾ അല്ലെങ്കിൽ ആവണക്കണ്ണയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? ആവണക്കണ്ണയോ ഗ്ലിസറോളോ ചേർത്താണ് നമ്മൾ ട്രാൻസ്പെരന്റ് ആയിട്ടുള്ള സോപ്പുകൾ നിർമ്മിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷേവിംഗ് സോപ്പുകളിൽ പെട്ടെന്ന് ഉണങ്ങുന്നത് തടയാനായി ഷേവിംഗ് സോപ്പുകളിൽ ചേർക്കുന്ന പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലിസറിൻ. പെട്ടെന്ന് ഉണങ്ങുന്നത് തടയാനായി ഷേവിംഗ് സോപ്പുകൾ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലിസറിൻ. നോക്കി, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോപ്പിനകത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സോപ്പിൽ നിന്ന് ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപ്പ് ചേർക്കുന്ന പ്രക്രിയയാണ് സാൾട്ടിങ് ഔട്ട്. നമ്മൾ പറഞ്ഞു ആൽക്കലിയുടെ കൂടെ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ചേർത്ത് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞു? സോപ്പ് അല്ലെങ്കിൽ ഗ്ലിസറോൾ കിട്ടുന്നെന്ന് പറഞ്ഞു അല്ലേ? നമ്മളിവിടെ പറഞ്ഞു ഇങ്ങനെ കിട്ടുന്നത് ഇത് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നോക്കി, ഇങ്ങനെ കിട്ടുന്നതിനകത്തുനിന്ന് ഈ ഗ്ലിസറോളിനെ നമുക്ക് എടുത്ത് കളയണം.
ഗ്ലിസറോളിനെ എടുത്ത് മാറ്റി സോപ്പ് മാത്രം നമുക്ക് കിട്ടണം. ഇതിനു വേണ്ടി നമ്മൾ ഇങ്ങോട്ട് എന്ത് ഉപയോഗിക്കും എന്നറിയാവോ? NaOH അല്ലെങ്കിൽ കറിയുപ്പ്. നമ്മുടെ കറിയുപ്പ് ഉപയോഗിക്കും, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കറിയുപ്പ്. ഈ കറിയുപ്പ് ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ്, ഈ ഒരു പ്രോസസ്സിലൂടെ ഗ്ലിസറോളിനെ എടുത്തു മാറ്റുന്നതിനെ പറയുന്ന പേരാണ് എന്താ? സാൾട്ടിങ് ഔട്ട്. എന്താ കുഞ്ഞുങ്ങളെ? സാൾട്ടിങ് ഔട്ട്. അപ്പൊ സാൾട്ടിങ് ഔട്ട് എന്താണെന്ന് പറഞ്ഞു മനസ്സിലായോ? സോൾട്ട് ചേർത്ത് ഗ്ലിസറോളിനെ ഔട്ട് ആക്കുക, അങ്ങനെ ഓർത്താൽ മതി. സോൾട്ട് ചേർത്ത് നമ്മൾ ഗ്ലിസറോളിനെ ഔട്ട് ആക്കാണ്. അപ്പൊ കറിയുപ്പ് ചേർത്ത് ഗ്ലിസറോളിനെ സോപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? സോൾട്ടിങ് ഔട്ട്. അപ്പൊ സോൾട്ടിങ് ഔട്ട് എന്താണെന്ന് മനസ്സിലായോ? എന്താ? സോപ്പിൽ നിന്ന് ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപ്പ് ചേർക്കുന്ന പ്രക്രിയയാണ് നമ്മൾ സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ സോൾട്ടിങ് ഔട്ട് ഓർക്കാൻ എളുപ്പമാണ്. സോൾട്ട് ചേർത്ത് ഗ്ലിസറിനെ ഔട്ട് ആക്കുന്നു. അപ്പം സോൾട്ട് ചേർത്ത് ഗ്ലിസറിനെ ഔട്ട് ആക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? സോൾട്ടിങ് ഔട്ട്. അങ്ങനെ ഓർക്കാം. ഇനി നമ്മൾ പ്രധാനമായും ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ഉപയോഗിക്കുന്നത് 3 ടൈപ്പ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒലീവ് എണ്ണ ഉപയോഗിക്കാം, പിന്നെന്താ? പാം ഓയിൽ ഉപയോഗിക്കാം, അല്ലെ? ഇത് ആസിഡായിട്ട് നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? സ്റ്റിയറിക് ആസിഡ്, ഒലീവിക് ആസിഡ്, പിന്നെന്താ? പാൽമിക് ആസിഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഒലീവ് ഓയിൽ ആണ്. ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാ? ഒലീവ് ഓയിൽ. സോപ്പ് നന്നായി പതയുന്ന ജലം ഏതാണ്? മൃദുജലം. സോപ്പ് നന്നായി പതയാത്ത ജലം ഏതാണ്? കഠിനജലം. അപ്പൊ ഇത് ഇത്രയുമാണ് സോപ്പിനെ പറ്റിയുള്ള. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് ഒരു കണ്ടന്റ് പറഞ്ഞു അല്ലേ? എന്താ? TFM. TFM എന്താണ്? TFM ടോട്ടൽ ഫാറ്റി മാറ്റർ. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ്. നമ്മൾ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ കാണാം ഇത്രയാണ് അതിന്റെ TFM. അപ്പൊ സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? TFM അല്ലെങ്കിൽ ടോട്ടൽ ഫാറ്റി മാറ്റർ. ഓർത്തു വെച്ചോണം, ടോട്ടൽ ഫാറ്റി മാറ്റർ. 3 തരത്തിൽ പറയുന്നത്: ഫസ്റ്റ് ഗ്രേഡ് സോപ്പ്, സെക്കൻഡ് ഗ്രേഡ് സോപ്പ്, തേർഡ് ഗ്രേഡ് സോപ്പ്. 1ാം തരം, 2ാം തരം, 3ാം തരം. 1ാം തരം സോപ്പിന്റെ TFM എന്ന് പറയുന്നത് എന്തായിരിക്കും? 76% അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ? TFM അല്ലെ? TFM അല്ലെ? ഫസ്റ്റ് 76. അങ്ങനെ ഓർത്താൽ മതി. 767 അതാ അല്ലെ? 76% അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ 2ാം തരം ആണെങ്കിൽ ഏതാ? 70 മുതൽ 75%. 3ാം തരം ആണെങ്കിൽ 60 മുതൽ 69%. അപ്പൊ ആദ്യം ഏതാ? TFM. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് TFM. TFM T7 76% ഫസ്റ്റ് ഗ്രേഡ് സോപ്പ്. സെക്കൻഡ് ഗ്രേഡ് ആവുമ്പോൾ 70 മുതൽ 75%. തേർഡ് ഗ്രേഡ് ആവുമ്പോൾ 60 മുതൽ 69%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം നോക്കിയ കുഞ്ഞുങ്ങളെ, എന്തായിരുന്നു ചോദ്യം? താഴെ പറയുന്നവയിൽ 1ാം തരം സോപ്പിന്റെ TFM-ൽ വരാൻ സാധ്യതയുള്ള ശതമാനം ഏത്? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 60 മുതൽ 69%, 70 മുതൽ 75%, 76% അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഇതൊന്നുമല്ല. നമ്മളിപ്പോ പഠിച്ചു ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് അല്ലെങ്കിൽ 1ാം തരം സോപ്പിന്റെ ഗുണനിലവാരം എത്ര അല്ലെങ്കിൽ TFM-ൽ എത്ര? 76% അല്ലെങ്കിൽ അതിൽ കൂടുതൽ. 2ാം തരം ആവുമ്പോൾ 70 മുതൽ 75%, 3ാം തരം ആണെങ്കിൽ 60 മുതൽ 69%. അപ്പൊ ഇത്രയുമാണ് സോപ്പിനെ പറ്റിയുള്ള. ഇപ്പം സോപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. സോപ്പ് എന്താണ്? സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം, വ്യാവസായികമായുള്ള സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു എസ്റ്ററിഫിക്കേഷൻ എന്താണ്, സോപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഗ്ലിസറിനെ മാറ്റാൻ, സോപ്പിൽ നിന്ന് ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? സോൾട്ടിങ് ഔട്ട്. പിന്നെ ഓരോ ഓയിലും അതേപോലെ തന്നെ ഓരോ സോപ്പിലും ഉപയോഗിക്കുന്ന ആൽക്കലി ഏതൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കി, എന്താ അടുത്ത ചോദ്യം? താഴെ പറയുന്നവയിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? മിക്കവാറും LDC തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എല്ലാ എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. താഴെ പറയുന്നവയിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഫോസ്ഫോറിക് ആസിഡ്, ടാർട്ടസിൻ, എർത്രോസിൻ. ഇതൊന്നുമല്ല. ഇതിനകത്ത് ഉത്തരം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താ? ഫോസ്ഫോറിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പാഠപുസ്തകത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം, കുറച്ച് കണ്ടന്റ് നോക്കാം. നോക്കി, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, അവയുടെ ഉപയോഗം.
ടാർട്ടസിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? മഞ്ഞ നിറം നൽകാൻ. ടാർട്ടസിൻ, ടർമറിക് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ടർമറിക്കിന്റെ കളർ ഏതാ? മഞ്ഞ. അപ്പൊ ടാർട്ടസിൻ എന്തിനു വേണ്ടിയാ? മഞ്ഞ നിറം നൽകാൻ. എറിത്രോസിൻ, സിമ്പിൾ ആയിട്ട് പറയാം. എറിത്രോസിൻ നമ്മൾ പറയല്ലേ, എറിച്ച് നിൽക്കുക. ഏത് കളറായിരിക്കും കുറച്ചുകൂടെ എറിച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നത്? ന്യൂജൻ വേർഡ് ആണല്ലേ. എന്താ പറയുന്നത്? ചുവപ്പ് നിറം അല്ലേ, ഭയങ്കര ചുവപ്പാ അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ എന്താ? എറിത്രോസിൻ എന്തിനാ ഉപയോഗം? ചുവപ്പ് നിറം നൽകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എറിത്രോസിൻ. അപ്പൊ ടാർട്ടസിൻ എന്തിനു വേണ്ടിയാ? മഞ്ഞ നിറം നൽകാൻ. എറിത്രോസിൻ ചുമന്ന നിറം നൽകാൻ. അങ്ങനെയാണെങ്കിൽ ഫോസ്ഫോറിക് ആസിഡോ? നമ്മൾ മുമ്പ് ചോദ്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫോസ്ഫോറിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ അലൈൻ ഹെക്സനോയേറ്റ് എന്താണ്? അലൈൻ ഹെക്സനോയേറ്റ് പൈനാപ്പിൾ സുഗന്ധത്തിന് വേണ്ടിയാണ് നമ്മൾ ആ രാസവസ്തു ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 4 രാസവസ്തുക്കൾ ഇമ്പോർട്ടന്റ് ആണ്. പാഠപുസ്തകത്തിലെ ചോദ്യം ആണ്. പാഠപുസ്തകത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. SCRT കണ്ടന്റ് ആണ്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ടാർട്ടസിൻ മഞ്ഞ നിറം നൽകാൻ, എറിത്രോസിൻ ചുവപ്പ് നിറം നൽകാൻ, ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാൻ, അലൈൻ ഹെക്സനോയേറ്റ് പൈനാപ്പിൾ സുഗന്ധത്തിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊന്ന് നോക്കാം. ഒരു ചോദ്യം ഇവിടെ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുകൊണ്ടുണ്ടാവുന്ന ലവണമാണ്. നിങ്ങൾ പ്രീവിയസ് പഠിച്ചതാണ്. ഇപ്പൊ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഏതാ? ബേസ്, ആസിഡ്, സോപ്പ് ഇവയൊന്നുമല്ല. ഏതാ? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി. ഇപ്പം പറഞ്ഞോളൂ. ആൽക്കലി പ്ലസ് ഓയിൽ ഓർ ഫാറ്റ് ഗീവ്സ് എന്ത്? സോപ്പ്. അപ്പം എണ്ണയോ കൊഴുപ്പോ LDC പ്രിലിമിനറി എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് എന്തെന്ന് പറയുന്നത്? സോപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പഠിച്ച കണ്ടന്റ് എല്ലാം ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? നമ്മൾ ആദ്യം രസതന്ത്ര നിത്യജീവിതത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റബ്ബർ. റബ്ബറിനകത്ത് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? റബ്ബർ എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോളിമർ എന്താണ്, മോണോമർ എന്താണ്, പോളിമറൈസേഷൻ എന്താണ്. ഇനി അത് കുറച്ച് കാര്യങ്ങളൂടെ പറയാമേ. ഒരു 2-3 എക്സാമ്പിളൂടെ പറയാം. നമ്മളിപ്പം അമിനോ ആസിഡ് പ്രോട്ടീൻ കിട്ടുന്നെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ PVC പൈപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PVC ഒരു പോളിമർ ആണ് കേട്ടോ. PVC ഒരു പോളിമർ ആണ്. ഇതിന്റെ മോണോമർ ആണ് എന്ത്? വിനൈൽ ക്ലോറൈഡ്. അതിന്റെ മോണോമർ ആണ് വിനൈൽ ക്ലോറൈഡ്. അങ്ങനെയാണെങ്കിൽ എഥിലീനോ? എഥിലീന്റെ മോണോമർ ആണ്, സോറി, പോളി എഥിലീൻ ആണ് പോളിമർ. അതിന്റെ മോണോമർ ഏതാണ്? എഥിലീന്റെ പോളിമർ ആണ് എന്ത്? പോളിത്തീൻ. നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. പോളിത്തീൻ, പോളി ഒന്നിൽ കൂടുതൽ. അപ്പം പോളിമറും മോണോമർ അമിനോ ആസിഡ് ആണെങ്കിൽ അതിന്റെ പോളിമർ ഏതാണ്? പ്രോട്ടീൻ. മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ അതിന്റെ പോളിമർ ഏതാണ്? PVC. ഇനി മോണോമർ എഥിലീൻ ആണെങ്കിൽ അതിന്റെ പോളിമർ ഏതാണ്? പോളിത്തീൻ. ഏതാണ്? പോളിത്തീൻ. ഇപ്പൊ മനസ്സിലായോ? അപ്പം പോളിമറും മോണോമർ ആണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. പോളിമർ, മോണോമർ അമിനോ ആസിഡ് ആണെങ്കിൽ അതിന്റെ പോളിമർ ഏതാണ്? പ്രോട്ടീൻ. മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ അതിന്റെ പോളിമർ PVC. പിന്നീട് എന്താ പറഞ്ഞത്? എഥിലീൻ, മോണോമർ എഥിലീൻ ആണെങ്കിൽ അതിന്റെ പോളിമർ എന്താണ്? ആ പേരിനകത്ത് തന്നെ ഉണ്ട് പോളിമർ. എന്താ? പോളിത്തീൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊക്കെ ആണല്ലോ. അപ്പം മോണോമർ എന്താണ്, പോളിമർ എന്താണ്, പോളിമറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? പ്രകൃതിദത്തമായ റബ്ബർ, പിന്നെ കൃത്രിമ റബ്ബർ. പ്രകൃതിദത്തമായ റബ്ബർ ഐസോപ്രീൻ. കൃത്രിമ റബ്ബറിനകത്ത് 3 എണ്ണം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? നിയോപ്രീൻ, പിന്നെ തയോക്കോൾ, SBR. ഇന്ന് 3ന്റെ ഉപയോഗങ്ങൾ പറഞ്ഞു. പിന്നെ വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഗുഡിയർ ആണ്. എന്നാൽ വൾക്കനൈസേഷൻ പേറ്റന്റ്സ് ലഭിച്ചത് ആർക്കാണ്? തോമസ് ഹാൻകോക്കിനാണ്. പിന്നെ നമ്മൾ റബ്ബറിലേക്കിന്റെ ലൈനിങ്, ബെൻസീൻ മാത്രമല്ല വേറെന്താണ്? ടർപ്പന്റൈൻ. പിന്നീട് നമ്മൾ പറഞ്ഞു ദ്രാവക പാൽ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള പാൽ, ലിക്വിഡ് റബ്ബർ നമ്മൾ ഖരാവസ്ഥയിലോട്ട് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ IUPAC നെയിമാണ് മെഥനോയിക് ആസിഡ്. പിന്നീട് നമ്മൾ യൂണിവേഴ്സൽ NCERT ടിപ്സ് ആണ് പറഞ്ഞത്. യൂണിവേഴ്സൽ ഫൈബർ ചണം, പരുത്തി അല്ലെങ്കിൽ കോട്ടൺ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. കേരളത്തിന്റെ സുവർണ്ണ നൂൽ എന്നറിയപ്പെടുന്നത് കയർ. അടുത്ത നമ്മൾ പറഞ്ഞത് സോപ്പാണ്. സോപ്പിനകത്ത് നമ്മൾ സോപ്പിന്റെ നിർമ്മാണം, സാപ്പോണിഫിക്കേഷൻ,
വ്യാവസായികമായുള്ള സോപ്പിന്റെ നിർമ്മാണം ഹോട്ട് പ്രോസസ്. പിന്നെന്താ പറഞ്ഞ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു എസ്റ്ററിഫിക്കേഷൻ അല്ലെ, എസ്റ്റേഴ്സ് പൂക്കളുടെയോ പഴങ്ങളുടെയോ സുഗന്ധമുള്ള പദാർത്ഥങ്ങളാണ് എസ്റ്റേഴ്സ്. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റേഴ്സ് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ആൽക്കഹോളിന്റെ കൂടെ ഒരു ഓർഗാനിക് ആസിഡ് കൂടെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്, എസ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കുന്നതാണ്. ആൽക്കഹോളിന്റെ കൂടെ ഒരു ഓർഗാനിക് ആസിഡ് കൂടെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്, എസ്റ്റേഴ്സ്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, എസ്റ്ററിഫിക്കേഷൻ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഓരോ ടോയ്ലറ്റ് സോപ്പിനകത്ത് ഏതാണ് ഉപയോഗിക്കുന്നത്, ഏത് ആൽക്കലിയാണ് ഉപയോഗിക്കുന്നത്, വാഷിംഗ് സോപ്പിനകത്ത് ഏതാണ്, ട്രാൻസ്പെറന്റിനകത്ത് ഏതാണ്, മൃദു സോപ്പുകളിൽ ഏതാണ്, ഷേവിംഗ് സോപ്പുകൾ ഉപയോഗിക്കുന്ന ഏതാണ്, ഗ്ലിസറിൻ. ഓക്കെ ആണല്ലോ. ഇനി പിന്നീട് നമ്മൾ അതിനകത്ത് പറഞ്ഞ ഏതാണ്, ഓയിൽ അല്ലെ, ബേബി സോപ്പുകൾ ഉപയോഗിക്കുന്ന എണ്ണ ഒലീവ് ഓയിലാണ്, അത് പറഞ്ഞു. പിന്നീട് സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന TF അല്ലെങ്കിൽ ടോട്ടൽ ഫാറ്റി മാറ്റർ. ഒന്നാം തരം സോപ്പിന്റെ TFM 76% അല്ലെങ്കിൽ അതിൽ കൂടുതൽ, രണ്ടാം തരം 70 മുതൽ 75%, മൂന്നാം തരം ആകുമ്പോൾ 60 മുതൽ 69% വരെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, SCRT കണ്ടന്റ് ആണ്. താഴെ പറയുന്ന രാസവസ്തുക്കളിൽ പുളിരുചി കിട്ടാൻ വേണ്ടി, പുളിരുചി മാത്രമാണ് നമ്മൾ പറഞ്ഞത്, അല്ല പുളിരുചി മാത്രമല്ല നമ്മൾ പറഞ്ഞത്, ടാർട്ടസിൻ, എറിത്രോസിൻ. ടാർട്ടസിൻ എന്തിനു വേണ്ടിയാ, മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി. എറിത്രോസിൻ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, ചുവപ്പ് നിറം നൽകാൻ വേണ്ടി. ഫോസ്ഫോറിക് ആസിഡ് എന്താ, കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാൻ വേണ്ടി. അലൈൻ ഹെക്സാനോയേറ്റ് എന്തിനു വേണ്ടിയാ, പൈനാപ്പിൾ സുഗന്ധത്തിന്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം രസതന്ത്ര നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് ഇന്ന് ചർച്ച ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായി പഠിക്കാം. നന്ദി.